ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യുജിനോനയിൽ 1924 എഴുതിയ ഓൾ ഗോഡ് ചിൽഡ്രൻ ഗോഡ് വിങ്സ് എന്ന പ്ലേ ആണ്. ഇത് നമ്മൾ ടൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഓൾ ഗോഡ് ചിൽഡ്രൻ ഗോഡ് വിങ്സ്, ചിൽഡ്രൻ എന്ന് പറയുന്നത് ചിൽഡ്രൻ ആണ്, അല്ലെങ്കിൽ കുട്ടികൾ എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ദൈവത്തിൻ്റെ കുട്ടികളെല്ലാം തന്നെ തങ്ങളുടെ വിങ് ഉപയോഗിച്ച് ഹെവനിലൂടെ പോയി, അല്ലെങ്കിൽ ഹെവനിൽ നടന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ആക്ച്വലി ആഫ്രിക്കൻ അമേരിക്കൻ സ്പിരിച്വൽ സോങ് ആണ്. വെൻ ഐ ഗെറ്റ് ടു ഹെവൻ ഗോണ പുട്ട് ഓൺ മൈ വിങ്സ് ആൻഡ് ഫ്ലൈ ഓൾ ഓവർ ഗോഡ്സ് ഹെവൻ. ഇതിൻ്റെ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആക്റ്റായിട്ട് നോക്കാം. ഓക്കെ, ആക്റ്റീവ് ആണെന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ആണ്. അതായത് സെറ്റിംഗ് നോക്കുവാണെങ്കിൽ പൂർ നെയ്ബർഹുഡ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് റേസിൽപ്പെട്ട ആൾക്കാർ, കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. അതിൽ ജിം എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ബോയ്, അതുപോലെ തന്നെ എല എന്ന് പറയപ്പെടുന്ന ഒരു വൈറ്റ് ഗേൾ. അവരാണ് ചെറുപ്പം മുതൽ നല്ലൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നല്ല കൂട്ടായിട്ടുള്ളത് ഇവർ രണ്ടുപേരുമായിരുന്നു. ഇങ്ങനെ മറ്റുള്ള കുട്ടികൾ എപ്പോഴും ജിമ്മിനെ അവൻ്റെ നിറത്തെ ചൊല്ലി കളിയാക്കുമായിരുന്നു. ജിമ്മ് നോക്കുവാണെങ്കിൽ സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ സ്മാർട്ടാണ്. ഇനി ഇല മാത്രമാണ് അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നത്. നമ്മൾ എല്ലയുടെ മദറെ പറ്റി നോക്കണം, അമ്മയെ പറ്റി നോക്കുവാണെങ്കിൽ അവനും റേസിസ്റ്റ് ആണ്. നിങ്ങൾ ആദ്യം തന്നെ ഈ വർഷം നോക്കണം. ഈ 1920 കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഈ കറുത്ത വർഗം വെളുത്ത വർഗം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എലിയുടെ അമ്മ എപ്പോഴും എലയെ അവൻ്റെ കൂടെ കളിക്കുന്നതിനോടുകൂടി അതുകൂടി നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു യങ് ഏജിൽ തന്നെ കുട്ടികളെ രണ്ടാണ് നിങ്ങളെന്ന് പറഞ്ഞ് അകറ്റുന്ന ഒരു സൊസൈറ്റിയുടെ ഒരു പിക്ചറാണ് നമുക്ക് ഫസ്റ്റ് ആക്ടിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. ജിമ്മിന് ലോയർ ആവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹം. പക്ഷേ ഇപ്പോൾ പോലും അവൻ്റെ ചുറ്റുമുള്ള കൂട്ടുകാർ പോലും ഓരോന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കുകയും ഡിസ്കറേജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ആക്ട് 2ലേക്ക് കടക്കുവാണെങ്കിൽ യങ് അഡൽട്ട്ഹുഡ് ആണ്. അതായത് വർഷങ്ങൾ കഴിഞ്ഞു, ജിമ്മും എലയും ഇപ്പം വളർന്ന അഡൽട്ട്സായി. അതുപോലെ തന്നെ എല ഇപ്പോൾ ചൂസ് ചെയ്യുന്നത്, ലൈഫ് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് ജിമ്മിനെയാണ്. ജിം ഇപ്പം ലോ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഇൻ്റലിജൻറ്റ് അതുപോലെ തന്നെ ഹാർഡ് വർക്കിംഗ് കൊണ്ട് അവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അവന് ബാർ എക്സാം പാസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവൻ അതിനുള്ള സ്ട്രഗിളിങ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എലയിലേക്ക് നോക്കുവാണെങ്കിൽ അവളിപ്പോൾ അൺസ്റ്റേബിൾ ആണ്, ആംഗ്രി ആണ്, ഫീൽഡ് വിത്ത് സെൽഫ് ഹേറ്റഡ്. ഒരു ബ്ലാക്ക് മാൻ, ഒരു കറുത്ത വംശജനെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ച് പോയത് എന്നുള്ള ഒരു കുറ്റബോധം എലയിൽ നിറഞ്ഞിട്ടാണ് കാണാം. അതായത് കുഞ്ഞായിരുന്നപ്പോൾ, ഒരു പെൺകുട്ടി ആയിരുന്നപ്പോൾ അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാൽ സമൂഹം പതിയെ പതിയെ അവളുടെ ഓരോ കാര്യങ്ങൾ ഇൻജക്ട് ചെയ്ത് ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവളുടെ മനസ്സ് നിറയെ ഹേറ്റഡ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവനെ ഒരു ഡേർട്ടി, ബ്ലാക്ക് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ പോലും ജിം എപ്പോഴും ഡിവോട്ടഡ് ആയിട്ട് ജെന്റിൽ ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും അവൻ എലയെ തന്നെക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുന്നതായിട്ടും കാണാം. നമ്മൾ കുറച്ച് സൂക്ഷ്മമായിട്ട് നോക്കുവാണെങ്കിൽ ഓഫ് കോഴ്സ് റേസിസം തന്നെയാണ് ഉള്ളത്. പക്ഷേ റേസിസമാണ് എലയുടെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, ഡാമേജ് ചെയ്യുന്നത്. കാരണം അവൾ ഒരേ സമയം തന്നെ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ ആരൊക്കെയോ കുത്തിവെച്ച ചില കാര്യങ്ങൾ കൊണ്ട് അവനോടുള്ള ഒരു വെറുപ്പും കാണാൻ സാധിക്കുന്നു. സോ അവൾക്ക് ഏതാണ് അധികം എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ തേർഡ് ആക്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആണ്. ഇപ്പോൾ എലയുടെ മെൻ്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത് വേസ്റ്റ് ആയിരിക്കുകയാണ്. അതിൽ ഇത് ഇത്ര നാൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വേഴ്സൺ കണ്ടീഷനിലേക്കൂടെയാണ് അവൾക്ക് കടന്നു പോകുന്നത്. ഇപ്പോൾ അവൾ ചിന്തിക്കുന്നത്, ഇമാജിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജിമ്മിൻ്റെ ഹാൻഡ് വളർന്നു വരുന്നതായിട്ടാണ്. സൈസ് ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു പവർഫുൾ സിമ്പിളാണ്. അത് അവൾ പറയുന്ന ഒരു ലൈൻ ഉണ്ട്, യുവർ ഹാൻഡ്സ് ദി ആർ ഗ്രോയിങ് ബിഗർ ബിഗർ, ദി ആർ ഗോയിങ് ടു ക്രഷ് മീ. ഇതെന്ന് പറയുന്നത് ജിമ്മിൻ്റെ ഹാൻഡ്സ് നമുക്കൊരു സിംബോളിക്കായിട്ട് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് സ്ട്രെങ്ത് കൂടി വരുന്നത് കാണുമ്പോഴുള്ള വൈറ്റിൻ്റെ ഫിയർ ആണ്, അതായത് ഗിൽറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവളെ വൈറ്റായി നമ്മൾ കാണാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവളെ ഉള്ളിൽ വൈറ്റിൽ എല്ലാ കാര്യങ്ങളും ജനിച്ചേരം തൊട്ട് ചൈൽഡ്ഹുഡ് തൊട്ട് ഇൻജക്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വൈറ്റിൻ്റെ ഉള്ളിൽ ഭയം എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഒപ്പമുള്ള ഒരു വ്യക്തി, ഇവൻ തൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ കൂടി ഒരു കറുത്ത വംശജൻ വളർന്നു വന്നിട്ട് ഒരു വക്കീലാവുക, അഡ്വക്കേറ്റ് ആവുക, അല്ലെങ്കിൽ തങ്ങളെ അടക്കി ഭരിക്കുന്ന ഒരു ഇതിലേക്ക് വരിക എന്നൊക്കെ പറയുന്നുള്ളൊരു ഭയമാണ്. നിന്റെ കൈകൾ വലുതാകുന്നുണ്ട്, അതെന്നെ ക്രഷ് ചെയ്യുമോ, എന്നെ ഇല്ലാതാക്കി കളയുമോ, അത് കറുത്ത വംശജർ നമ്മൾ വെളുത്ത വംശജർ ഇല്ലാതാക്കി കളയുമോ എന്നുള്ള ഭയം നമുക്കിവിടെ റിഫ്ലക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ ഇപ്പോൾ അവളുടെ മാഡ്നസ് എന്ന് പറഞ്ഞ് സിംബോളൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു റേസിസ്റ്റ് ആയിട്ട് ഉള്ള ഒരു സമൂഹം ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നത്, അതുപോലെ തന്നെ അത് ഇമോഷണലി അവൾ എത്രത്തോളം ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് എന്നുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് അമേരിക്കാസ് റേഷ്യൽ ടെൻഷൻ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ആക്ട് 4ലേക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് കൊളാപ്സ് എന്നുള്ള ഒരു ആക്ട്. ഇതിൽ നമ്മുടെ ജിമ്മിന് ബാർ എക്സാം എഴുതാൻ സാധിക്കുന്നില്ല, പിന്നെ അവൻ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. അവൻ്റെ അമ്മയും സിസ്റ്ററും പ്രഷർ ചെയ്യുന്ന വെച്ചാൽ ഇലയെ വിടാൻ വേണ്ടിയിട്ടാണ്. അതായത് അങ്ങനെ ഒരു വ്യക്തി എന്താണ് നിന്റെ ജീവിതത്തിൽ, നിനക്ക് ഒരു തരത്തിലുള്ള എന്താ പോസിറ്റീവുള്ള കാര്യം തരുന്നില്ല, മാത്രമല്ല എപ്പോഴും നെഗറ്റീവാണ്, അതുകൊണ്ട് നിനക്ക് നല്ലൊരു ജോലിയോ കരിയറോ കിട്ടുന്നില്ല, അതുകൊണ്ട് അവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജിമ്മിൻ്റെ ഫാമിലി പറയുന്നത്. പക്ഷേ ജിം അപ്പോഴും അവരൊക്കെ റിഫ്യൂസ് ചെയ്തുകൊണ്ട് ആ ചെറുപ്പം മുതലുള്ള ആ തൻ്റെ സ്നേഹം അതുപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈവൻ ദോ ഹി ഹി നോസ് ദാറ്റ് സമൺ ഹു ഈസ് ഡിസ്ട്രോയിങ് ഹിം, അവനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരാൾ, എന്നിട്ട് പോലും അവൻ അവളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു മൊമെന്റിൽ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മെന്റലി ബ്രോക്കൺ ചെയ്യുന്നുണ്ട്, ലിവിങ് ഇൻ ഫിയർ ആൻഡ് ഡിലൂഷൻ. ഏറ്റവും അവസാനം നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിം സേസ് ഹി വിൽ സാക്രിഫൈസ് എവറിത്തിങ് ടു കെയർ ഫോർ ഹർ, ഈവൻ ഇറ്റ് മീൻസ് ലെറ്റിംഗ് ഗോ ഓഫ് ഹിസ് ഡ്രീംസ്. അത് എൻ്റെ സ്വപ്നം കളഞ്ഞിട്ടാണെങ്കിൽ കൂടി, ത്യജിച്ചിട്ടാണെങ്കിൽ കൂടി അവൾക്ക് വേണ്ടി ജീവിക്കുക, അവൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുക, അവളുടെ ലൈഫിന് വേണ്ടിയിട്ട്, അവളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി നിൽക്കുക എന്നുള്ള ഒരു ആക്ച്വലി നോക്കുകയാണെങ്കിൽ ജിം ഒരു ട്രാജിക് ഫിഗർ ആയിട്ടാണ് ഏറ്റവും എൻ്റെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ദ ഐഡിയൽ ഓഫ് ക്രിസ്ത്യൻ ഫോർഗീവ്നെസ്, ബട്ട് ഓൾസോ വിക്ടിം ഓഫ് സിസ്റ്റമാറ്റിക് ഓപ്പറേഷൻ ആൻഡ് പേഴ്സണൽ സാക്രിഫൈസ്. ഇത് നമുക്ക് പല രീതിയിൽ കാണാൻ സാധിക്കും. ഈവൻ ദോ ക്രൈസ്റ്റിന്റെ ക്രൂസിഫിക്കേഷൻ വരെ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഓരോന്നായിട്ട് എന്താണ് എൻ്റെ തീം ആൻഡ് സിമ്പിൾസ് എന്ന് പറയുമ്പോൾ. ഫസ്റ്റ് വൺ ഓഫ് കോഴ്സ് റേസിസം, അതുപോലെ തന്നെ ഇന്റർനലൈസ്ഡ് ഹേറ്റഡ്. എല എന്ന് പറയുന്ന പെൺകുട്ടി ജിമ്മിനോടുള്ള ആ ഒരു പ്രതികാരം എന്ന് പറയുന്നത് ഒരിക്കലും പേഴ്സണൽ അല്ല, അതൊരു സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ മാത്രമാണ്. അവളെ എങ്ങനെയാണ് സൊസൈറ്റി പഠിപ്പിച്ചത് ആ രീതിയിലാണ് അവളിപ്പോൾ മാറിയിട്ടുള്ളത്. അവൾക്ക് ആക്ച്വലി ജിമ്മിന് ഇഷ്ടമാണ്, പക്ഷെ അവൻ്റെ ബ്ലാക്ക്നെസ്സിനെ അവൾക്ക് ഇഷ്ടമല്ല. അതിനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ തന്നെയാണ്. ഈ റേസിസം എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ആ കാര്യമാണ് അവളുടെ മൈൻഡിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഇനി ഇവളുടെ ഈ മെന്റൽ സിക്നെസ് എന്ന കാര്യം നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അമേരിക്കയുടെ മോറൽ സിക്നെസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ പ്രണയമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, അതിന് മുന്നിൽ ഈ റേഷ്യൽ ഡിഫറൻസ് എന്നുള്ള കാര്യമുണ്ട്, അത് കഴിഞ്ഞിട്ട് മതി എന്തും എന്നുള്ള തോട്ട്, ഒരു മോറൽ സിക്നെസ്. എന്നെ നേരത്തെ പറഞ്ഞ ജിമ്മിൻ്റെ ഹാൻഡിൻ്റെ ആ പവർഫുൾ സിമ്പിൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സ്ട്രെങ്തനിങ് ഓഫ് ബ്ലാക്ക് ഐഡൻറ്റിറ്റി, അതുപോലെ വൈറ്റിൻ്റെ ഫിയർ ഓഫ് ബ്ലാക്ക് പവർ, ബേൺ ഓഫ് സാക്രിഫൈസ് തുടങ്ങിയ കാര്യങ്ങൾ. ഇനി ക്രൈസ്റ്റ് ലൈക്ക് സഫറിങ് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ജിം എന്ന് പറയുന്നത് ജെന്റിലാണ്, പേഷ്യൻ്റ് ആണ്, ഫോർഗിവിങ് ആണ്, ലൈക്ക് ജീസസ്. ഈവൻ ദോ ഹി സാക്രിഫൈസ് ഡ്രീംസ് ആൻഡ് ഡിഗ്നിറ്റി ഫോർ എല, ബട്ട് ഇൻ ഡൂയിങ് സോ ഹി ബിക്കംസ് സ്പിരിച്വലി ബ്രോക്കൺ. അത് സ്വന്തം ഇല്ലാതാക്കി കളഞ്ഞിട്ട് പോലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മൊമെൻറ്റ്. തനിക്കെന്ത് വരുമെന്ന് ഓൾറെഡി അറിയാം, എന്നിട്ട് പോലും അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരവസ്ഥ. ഇത് തന്നെയാണ് ക്രൈസ്റ്റും ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത്. പിന്നെയുള്ള അടുത്ത തീം എന്ന് പറയുന്നത് ഫെയിലിയർ ഓഫ് ദ അമേരിക്കൻ ഡ്രീമാണ്. ഈ അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത് നമുക്ക് മുന്നേ അറിയുന്ന കാര്യമാണ്. അതായത് എന്തുകൊണ്ടും നല്ലൊരു ജീവിത നിലവാരം ഉയർത്തിക്കെട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു മൊമെൻ്റാണ് അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത്. ഒരു അമേരിക്കക്കാരൻ്റെയും ഡ്രീമായിട്ട് കണക്കാക്കാം. പക്ഷെ അതിന് വരുന്നൊരു അടിയാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ആ അമേരിക്കൻ ഡ്രീം അവൻ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ബട്ട് റേസൺ കീപ്സ് ഹോൾഡിങ് ഹിം ബാക്ക് ഈവൻ വെൻ ഹി ഡസ് എവറിത്തിങ് റൈറ്റ്. എല്ലാ കാര്യങ്ങളും അവൻ ശരിയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കൂടി അവൻ ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഹി വാണ്ട്സ് ടു ബിക്കം എ ലോയർ, എ സിമ്പിൾ ഓഫ് ജസ്റ്റിസ് ആൻഡ് സക്സസ്, ബട്ട് ഹി കുഡന്റ്. ഇനി എൻഡിങ് എന്ന് പറയുന്നത് ട്രാജിക് ആൻഡ് അൺറിസോൾവ്ഡ് നോട്ടാണ്. എല്ലാം ബ്രോക്കൺ ആയി, ജിം ട്രാപ്ഡ് ആയി, ആ ഒരു പോയിന്റിലാണ് ഇത് അവസാനിക്കുന്നത്. അപ്പം ഓനയിൽ ഇതൊരു സൊല്യൂഷൻ ആയിട്ടല്ല പറയുന്നത്, ആക്ച്വലി ഒരു മിററായിട്ടാണ് പറയുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്ന അമേരിക്കയിലെ റേസിസം എങ്ങനെയായിരുന്നു, അതെങ്ങനെയാണ് പോയിസൺ ആയിട്ട് ലവ്, അംബീഷൻ, ഹ്യൂമൻ ഡിഗ്നിറ്റി തുടങ്ങിയ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു വിഷമായിട്ട് മാറുന്നത് എന്നാണ് നമ്മുടെ ഓഥർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. 1920 ഒരു അമേരിക്കയിലെ ഒരു പോർട്രേറ്റ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്റർറേഷ്യൽ മാരേജ് സീരിയസ്ലി എങ്ങനെയാണ്
ഒരു സ്ട്രഗിൾ ആയിട്ട് മാറുക എന്നതിൻ്റെ ഒരു പോർട്രേ, ഒരു റിസ്കി ആയിട്ടുള്ള എലമെൻ്റ് ആയിട്ട് എങ്ങനെ വരുന്നു എന്നുള്ള പോർട്രേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ടൈറ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ചിൽഡ്രൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കുട്ടികളാണ്. ഓൾ ഗോഡ്സ് ചിൽഡ്രൻ ഗോഡ് വിങ്സ്. ചിൽഡ്രൻ മീൻസ് ചിൽഡ്രൻ. ദൈവത്തിൻ്റെ എല്ലാ കുട്ടികൾക്കും വിങ്സ് കിട്ടി അവർ സ്വർഗത്തിലൂടെ പാറി നടന്നു എന്നാണ് പറയുന്നത്. സോ അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിഫറൻസ് ഇല്ല. ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ദൈവം സൃഷ്ടിച്ചവരാണെങ്കിൽ ബ്ലാക്കും അതിൽ ഉൾപ്പെടും, വൈറ്റും അതിൽ ഉൾപ്പെടും, ഏത് നിറവും ഏത് കളറും സ്കിന്നിൻ്റെ ഉൾപ്പെടും. എല്ലാം ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ടോപ്പിക്കാണ് വരുന്നത്. സോ അങ്ങനെയുള്ള ദൈവം സൃഷ്ടിച്ച ഒരു ആൾക്കാരെ നിങ്ങൾക്ക് എങ്ങനെ രണ്ടായിട്ട് കാണാൻ സാധിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ടൈറ്റിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ് ആൻഡ് സിദ്ധാന്ത വീഡിയോ. ബൈ.